പലതരം രക്ഷിതാക്കളുണ്ട്. നമ്മളിങ്ങനെ നമ്മളെ സമൂഹത്തിലേക്കൊന്ന് ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളും നമ്മുടെ കാതിൽ കേൾക്കുന്ന ഫോൺ ശബ്ദങ്ങളും നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നതും നാടും അയൽപ്പക്കവും സമൂഹമൊക്കെ എടുത്തു നോക്കുമ്പോൾ പലതരം രക്ഷിതാക്കളുണ്ട്. ഒരു തരം രക്ഷിതാക്കളാരോ ഇതിൽ നമ്മളെ ഏതെല്ലാം ഉള്ളത് നോക്കണം. ഇതിലൊന്നും അല്ല നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ എവിടെയാണെന്ന് തീരുമാനിക്കണം. ഒരു 4-5 ടൈപ്പ് രക്ഷിതാക്കളെ കുറിച്ച് ഞാൻ പറയണം. ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ, കുട്ടികളുടെ വസ്ത്രം, ഭക്ഷണം, വീട്, താമസം, സ്കൂള്, അഡ്മിഷൻ, അവരുടെ ദീന്, നിസ്കാരം, ഇതിലൊന്നിലും ഉണ്ടാകുമല്ലോ അവർ. എന്നാൽ അവർക്ക് മക്കളുണ്ടാകും. ഇത് മിക്കവാറും എവിടെ സംഭവിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപെട്ട കേസുകൾ. വിവാഹബന്ധം വേർപെട്ടതോടുകൂടെ പിന്നെ ചിലപ്പോൾ ഒരു വാശിപ്പുറത്ത് അവിടുന്ന് കുട്ടീനെ കാണാൻ തരൂല എന്നൊക്കെ പറയും. കുട്ടീനെ കാണാൻ തരൂല, കാണാൻ വരാൻ പാടില്ല എന്നൊക്കെ പറയും. പിന്നെ കാണാൻ ഓല് ഇങ്ങോട്ട് നമ്മളോട് അനീതി കാണിച്ചതുകൊണ്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ടും അനീതി കാണിക്കാമെന്ന് തീരുമാനിക്കും. അപ്പം എന്ത് ചെയ്യൂല, കുട്ടിയൊക്കെ വേണ്ടതൊന്നും ചെയ്യൂല, ചെലവിന് കൊടുക്കൂല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂല. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിനെ കല്യാണം കഴിച്ചു. അങ്ങനെ അവർ രണ്ടാളും പിരിഞ്ഞു. ബി എന്ന് പറയുന്ന വ്യക്തി അവരുടെ കുടുംബം കുട്ടിനെ കാണിച്ചു തരൂല എന്ന് പറഞ്ഞു. അവൾക്ക് കൈക്കരുത്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഇയാൾക്ക് അങ്ങോട്ട് പോകാനും വയ്യ, കാണാനും വയ്യ. അപ്പം അയാളും അതേ നിലപാട് എടുക്കല്ലോ വേണ്ടത്. കുട്ടികൾക്ക് വേണ്ടതൊക്കെ അയാളുടെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടത്. രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് രണ്ടാമതൊരു കല്യാണം കഴിക്കും. രണ്ടാമതൊരു കല്യാണം പല പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. സ്വന്തം ദാമ്പത്യത്തിലെ കുറവുകളും പോരായ്മകൾക്കും കാരണം ഭാര്യയാണ് എന്ന് വിചാരിക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങൾ, അതിൽ ഭാര്യയാണ് പ്രതി എന്ന് വിചാരിക്കണ കാരണം കൊണ്ട്. ചിലത് ജനൂനായിരിക്കും. ആ ജനൂനായ കാര്യങ്ങളെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഇസ്ലാം അനുവദിച്ചൊരു മേഖലയാണെന്നുള്ള നിലക്ക്. എന്നാൽ ചില ആളുകൾ അതൊരു ആവേശപ്പുറത്ത് ചെയ്യും. ചില ആളുകൾ ഒരു സിമ്പതിമ ചെയ്യും. ഒരു വിധവനെ കണ്ടു, അവരുടെ നിസ്സഹായാവസ്ഥ കണ്ടു, അതിൻ്റെ ഒരു സിമ്പതിമ ചെയ്യും. പക്ഷേ ഇത് യാഥാർത്ഥ്യത്തിലേക്കും ജീവിതത്തിലേക്കും എത്തുമ്പോൾ പരിക്കുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. കെട്ടിയ പെണ്ണ് കരഞ്ഞിരിക്കുമ്പോഴും കുടുംബം പ്രതിരോധിക്കുമ്പോഴും സമൂഹം വേറൊരു നിലക്ക് നോക്കുമ്പോഴൊക്കെ ഇയാൾ ആകെ പ്രയാസപ്പെട്ടു പോകും. പിന്നെ അതിൻ്റെ തിക്താനുഭവം ഉണ്ടാകുക താൻ കല്യാണം കഴിച്ച പെണ്ണിനും അവളുടെ ഉദരത്തിൽ നമ്മൾ കൊടുത്ത കുട്ടിക്കുമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ചെയ്യാതെ ജീവിക്കുന്നവരുണ്ടാകും. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുടുംബത്തെ പോറ്റുക എന്നുള്ള ഉത്തരവാദിത്തം ആണിനാണ് കൊടുത്തിട്ടുള്ളത്. പെണ്ണ് ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റേണ്ട ഒരാവശ്യമല്ല. അങ്ങനെ തന്നെ പറയണമെന്നൊക്കെ ചോദിക്കും ആൾക്കാർ. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ജോലിക്കാരായ ദമ്പതികളൊക്കെ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചോദിക്കും, അങ്ങനെ തന്നെ പറയണോ കേട്ടോ? അതിൻ്റെ ബാക്കിയും കൂടി കേട്ടാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. വീട് നിർമ്മാണം, വീട്ടിലെ കാര്യങ്ങൾ, ഇതിലൊന്നും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയില്ല. അതുകൊണ്ടാണ് അവൾക്ക് പാതി സമ്പത്ത് ഇസ്ലാം നിശ്ചയിച്ചത്. ആണിൽ പാതി എന്ന് നിശ്ചയിച്ചത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ആ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഇസ്ലാം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഇത് പറയേണ്ട വിധം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ പെണ്ണുങ്ങൾ എന്ത് പറയും? ഇസ്ലാമിക ശരീഅത്തിൽ ഭയങ്കര പ്രശ്നമുണ്ട് ഇത് പറയും, നമ്മുടെ കുട്ടികൾ പറയും. അതുകൊണ്ട് ഫാറൂഖ് കോളേജിന്റെ മുമ്പിൽ മൈക്രോഫോണായിട്ട് ചെന്ന മീഡിയ പ്രവർത്തകനോട് അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞതും അവൾ അതിലൊക്കെ ബോധ്യങ്ങൾ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വന്നിട്ടില്ലാതിരിക്കാം. അതിപ്പോഴും ഇങ്ങനെ വൈറലായി സമൂഹത്തിൽ പാറി നടക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അൻഫഖൽ മുസ്ലിമു നഫഖതൻ അലാ അഹ്ലിഹി, വിശ്വാസിയായ ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിനു വേണ്ടി വല്ലതും ചെലവാക്കിയാൽ വഹുവ യഹ്തസിബുഹാ, പക്ഷെ അവൻ പുണ്യം പ്രതീക്ഷിക്കണം. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെലവഴിച്ചാൽ കാനത്ത് ലഹു സ്വദഖ, അവൻ ചെയ്യണത് സ്വദഖയാണ്. ഇപ്പൊ വീട്ടിലേക്ക് വാങ്ങണ പച്ചക്കറി മുതൽ പച്ചരി വരെ, വീട്ടിലേക്ക് വാങ്ങുന്ന മരുന്ന് മുതൽ ബാക്കി കാര്യങ്ങൾ വരെ, കടലമുട്ടായി മുതൽ നമ്മൾ വാങ്ങണ ബേക്കറി വരെ, പാലും മുട്ടയും ഒക്കെ സ്വദഖയാണ്. ആ പൈസക്ക് സ്വദഖന്റെ പൈസയാണ്. സ്വദഖ ചെയ്യണത് ആർക്ക്? കുടുംബത്തിനാണ്, വീടിനാണ്. നമ്മളെ എത്ര ആൾ എത്ര ഫീലിങ്ങിൽ അങ്ങനെ മുട്ടായി വാങ്ങിയിട്ടുണ്ടാവും. 5 കിലോ പഞ്ചസാര വാങ്ങിയപ്പോൾ ആർക്കാ അങ്ങനെ നീയത്തുണ്ടായത്? പഠിച്ചോനെ ഇതിന് കൂലി കിട്ടാനുള്ളതാണെന്നുള്ള നീയത്ത് ആർക്കാ ഉണ്ടായത്? അവിടെയൊക്കെ നമ്മൾ കൂലി പോവാണ്. അവിടെ ഉണ്ട്. പുണ്യം പ്രതീക്ഷിക്കണം. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്, അപ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ അവളിപ്പോ ഇനി എന്തൊക്കെയാണെങ്കിലും കുട്ടികളെ എനിക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിലും എൻ്റെ ബീജത്തിൽ ജനിച്ച കുട്ടി എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയാണ്. എനിക്ക് അവിടെ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിലും എൻ്റെ കുട്ടി എൻ്റേതാണ്, അല്ലേ? ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി
അവരുടെ കുട്ടിയായിട്ട് നടത്തുന്ന ഒരു സംഭാഷണം റെക്കോർഡ് ചെയ്ത ഓഡിയോ എനിക്ക് കിട്ടി. ഞാൻ ഇന്ന് എൻ്റെ വിഷയം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നത് അതാണ്. അതിലുള്ള എന്താ അറിയോ, ഉപ്പച്ചേ എൻ്റെ ഉപ്പച്ചി എവിടെ? നിങ്ങൾ അയാളെ വിളിക്കി, എനിക്ക് അടിച്ചുകൊണ്ടാ ഇപ്പച്ചിനെ എനിക്ക് അടിച്ചുകൊണ്ടാ, എനിക്ക് വീഡിയോ കോളിൽ ഇട്ടുകൊണ്ട് എനിക്ക് എൻ്റെ ഉപ്പച്ചിനെ കാണണം. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ ആശ്വസിപ്പിച്ചാണ്. പിന്നെ ആ കുട്ടിനോട് പറയാൻ കഴിയാതെ ആ സംസാരം കരഞ്ഞണ്ട് അവസാനിക്കുകയാണ്. അപ്പം ആ വ്യക്തി രണ്ടാമത് കല്യാണം കഴിച്ച ഒരാളാണ്. ഈ സ്ത്രീയെ നോക്കുന്നില്ല, ഇവർക്ക് ചെലവിന് അയച്ചു കൊടുക്കണില്ല, ഇവരൊന്ന് ഫോൺ ചെയ്യണ പോലുമില്ല, ഒന്നും ചെയ്യണില്ല. സ്വസ്ഥമായി ജീവിച്ചൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞ് അവളെ കൂടെ കൂട്ടി അവസാനം ആദ്യ ഭാര്യയുടെയും കുടുംബത്തിന്റെയും സമ്മർദ്ദത്തിൽ അവളെ കയറില്ലാതെ കെട്ടിടുകയാണ്. എന്നാ തൊലാക്ക് കൊടുക്കോ? തൊലാക്ക് കൊടുക്കൂല. തൊലാക്ക് കൊടുത്തെന്താ? ഇവള് കേസ് കൊടുക്കുമെന്ന് പേടി. ഇവൾക്ക് ആരുമില്ല, ഇവൾക്ക് അള്ളണ്ട് എന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. ഇവൾക്ക് പരലോകത്തൊരു വിചാരണ കോടതി ഉണ്ട് എന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അല്ലേ? അവിടെ കൊമ്പില്ലാത്ത ആട്ടിൻകുട്ടിയെ പുൽമേടയിൽ പുല്ലുമേഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൊമ്പുള്ള ആട്ടിൻകുട്ടി കുത്തിയതിന് പോലും പ്രതിക്രിയ ചെയ്യുന്ന, കൊമ്പുള്ളാത്ത ആട്ടിൻകുട്ടിക്ക് കൊമ്പ് കൊടുത്തിട്ട് പടച്ചോൻ പറയും കുത്തിക്കോ, അന്നെ 38 വട്ടം കുത്തിയിട്ടുണ്ട്, അന്നെ 50 വട്ടം കുത്തിയിട്ടുണ്ട്. രാവിലെ കുത്തിയത് രാവിലെ തന്നെ കുത്തിക്കോ, വൈകുന്നേരം കുത്തിയത് അതേപോലെ തന്നെ കുത്തിക്കോ, അതേ വേഗതയിൽ തന്നെ കുത്തിക്കോ. അത്ര സൂക്ഷ്മമായി നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പരലോകമുണ്ട് എന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇടക്ക് പറയാണ്, പല കാരണങ്ങളാൽ ബഹുഭാര്യത്വ സംവിധാനങ്ങളിലേക്ക് എത്തിയ കുടുംബങ്ങളിലെ ആളുകൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്നൊക്കെ കേൾക്കുന്നുവെങ്കിൽ, മൂപ്പരെന്തായാലും ഇതായി ചെയ്തു. ഇനി ആ സ്ഥാനത്ത് നമ്മളെ വിചാരിച്ചാൽ എളുപ്പമുണ്ട്. മനസ്സിലായില്ലേ? എളുപ്പമുണ്ട്. ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ് ചെയ്തത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം അനുവദിക്കപ്പെട്ടതാകുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ മേഖലകളോടും നീതി പുലർത്താത്തിടത്തോളം കാലം അത് കുറ്റകരവുമാകും. അതുകൊണ്ട് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഇസ്ലാം പ്രായോഗികമായൊരു മതമായതുകൊണ്ടും കാലത്തോട് സംസാരിക്കണോണ്ടും മനുഷ്യന്റെ മനസ്സറിയണോണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വിധി കൊണ്ടുവന്നത്. ഇസ്ലാമിൽ എന്തിനാ അങ്ങനെ ഒരു വിധി എന്ന് ഒരു പെണ്ണും ചിന്തിക്കാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ശറഅാണ്, അള്ളാഹുവിന്റെ ഹുക്കുമാണ്. മനസ്സിലായില്ലേ? നമുക്കതിൽ അസന്തുഷ്ടിയും അസംതൃപ്തിയൊക്കെ ഉണ്ടാകും, അത് വേറൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ കുടുംബത്തെ പോറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ ബീജത്തിൽ ജനിച്ച കുഞ്ഞാണോ ഉത്തരവാദിത്വം നമ്മുടേതാണ്. പോറ്റല് മാത്രമല്ല, സംസ്കാരവും എല്ലാം കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്ത. നോക്കൂ നിങ്ങൾ, ഇന്ന മൗലാലി അബ്ദുല്ലാഹിബിൻ അംർ, അബ്ദുല്ലാഹിബിൻ അംർ അള്ളാഹുവിന്റെ മൗല, അദ്ദേഹത്തിന്റെ അടിമത്തത്തിലുണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു, ഇനി ഉരീദു അൻ ഉഖീമ ഹാദ ശഹ്റ ഹൗന ബി ബൈത്തുൽ മുഖദ്ദസ്, ഈ മാസം മുഴുവൻ ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി താമസിക്കാൻ വിചാരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോ അദ്ദേഹം ചോദിച്ചു, തറക്തലി അഹ്ലികമ യഖൂതുഹും ഹാദ ശഹർ, ഈ മാസം മുഴുവൻ കഴിക്കാനുള്ളതൊക്കെ വീട്ടിലുണ്ടോ, കുട്ടികൾക്കുള്ള ചെലവിനുള്ളത് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഖാല അല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ എഅ്തികാഫിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, അല്ല മോനെ, ഈ വ്യക്തിനെ അറിയോണ്ട് ചോദിക്കാണ്, അല്ല എൻ്റെ കുട്ടിക്ക് തിന്നാനും കുടിക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ടോ എന്ന് വെച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്താ അറിയോ, ഫത്രുക്കുലഹും യഖൂതുഹും, അവർക്ക് കഴിക്കാനുള്ളത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ ഒരിക്കലും നീ പോകാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഖൂത്, ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവർക്ക് പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത വ്യക്തി ആ ചെയ്യുന്നത് തെറ്റാണ്, കുറ്റമാണ്. അപ്പൊ പണിയെടുക്കാൻ മടിയുള്ള, ജോലിക്ക് പോകാൻ മടിയുള്ള ഒരു പ്രത്യേക തരം ആളുകൾ ഇങ്ങനെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആഡും പരസ്യമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവിടെ കുറച്ച് ഇടപെട്ട് ഇവിടെ കുറച്ച് ഇടപെട്ട് അങ്ങനെ ഒരു ഒപ്പിക്കൽ പരിപാടിയിലൂടെ ജീവിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. നല്ല എല്ലിന് ഉറപ്പുള്ള നേരത്ത് നല്ല എല്ല് വളഞ്ഞ് പണിയെടുക്കാൻ പഠിക്കണം. കാരണം അത് ജിഹാദായിട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അത് ജിഹാദായിട്ടാണ് പഠിപ്പിച്ചത്. ഏത് ജോലി ചെയ്യുക എന്നുള്ളത്. ഞാൻ മുമ്പൊരിക്കലും ഇവിടെ ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്, ചില ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്ര ശ്രദ്ധേയമായ ഹദീസാണത്. ഒറ്റവട്ടം പറഞ്ഞ ഓർമ്മ ഉണ്ടാവുമോ? അത്ര ഓർമ്മ ഉണ്ടാവും. കാരണം ഒരുപാട് വിഷയങ്ങൾക്കുള്ള മറുപടിയാണത്. നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യനായാലും ഇങ്ങനെ പോവുക, ആരോഗ്യ ദൃഢഗാത്രനായൊരു മനുഷ്യൻ. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, മൂപ്പരെ നമ്മള് യുദ്ധത്തിന് പോകുമ്പോഴൊന്നും കാണില്ലല്ലോ, മൂപ്പരൊക്കെ ജിഹാദിന് വന്ന് എത്ര ഉഷാറാവും. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് അതിൽ ഇടപെട്ട് സംസാരിച്ചു.
എന്താ അറിയോ, അയാളുടെ ഉമ്മനെയും ഉപ്പനെയും കുടുംബത്തെയും ഒക്കെ പോറ്റാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ആ ചെയ്യണ ജിഹാദാണ്. അയാൾക്ക് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ജിഹാദിന്റെ പുണ്യം കിട്ടും. അപ്പൊ ജിഹാദ് എന്ന് പറയുമ്പോഴേക്ക് അതിനർത്ഥം വെക്കണ കുറെ സമൂഹം ഉണ്ടല്ലോ, ഓൾക്ക് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഹദീസ് കോട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മുടെ അധ്വാനവും നമ്മളുടെ ഭക്ഷണവും നമ്മുടെ പരിശ്രമവും ഒക്കെ അത് ഹലാലാകുന്നിടത്തോളം കാലം സഹോദരന്മാരെ ഒന്നും സങ്കടപ്പെടണ്ട. ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങും, രാത്രി വൈകി എത്തണ, എന്താ അത്രയും കൂലിട്ടു അത്രേ ഉള്ളൂ. പക്ഷെ അതിനൊരു നീയത്ത് അവിടെ ആവശ്യമുണ്ട്. ആ നീയത്ത് എടുക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മുതിർന്നവരാണെങ്കിൽ പോലും, മക്കൾ മുതിർന്നവരാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. സമ്പന്നനായ വാപ്പ, മോന് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയി, അവൻ്റെ അടുത്ത് ഒന്നുമില്ല. അപ്പൊ വാപ്പാന്റെ ഡയലോഗ്, ഓലൊക്കെ ഇപ്പൊ ഒന്നിനാത്രം പോകുന്ന ആയില്ലേ, ഞാൻ ഓലെന്താ വെച്ചാൽ ഓല പണി നോയിക്കോട്ടെ അല്ലേ. ചില ആജ്യന്മാരുണ്ടാകും, ഭയങ്കര പൈസയുള്ള മുതലാളിമാരുണ്ട്, ഇഷ്ടം പോലെ ഭൂമിയും കയ്യിലുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഭൂമിയായിട്ട് തന്നെ നിൽക്കണം, അത് വിറ്റ് തുലക്കണ്ട എന്നുള്ളതൊക്കെ ഒരു വളരെ ശരിയാണ്. പക്ഷേ കുടുംബം, മോന് ലോൺ എടുക്കാൻ പോവുകയാണ്, മോന് കെണി കുടുങ്ങിക്കാണ്. അപ്പോഴും മൂപ്പരെ പറമ്പമ്മയും ഭൂമിയും ഭയങ്കര മനസ്സായിരിക്കും. ഈ പറമ്പും ഭൂമിയും കൊണ്ട് നമ്മൾ ഖബർക്ക് പോകുന്നില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നോക്കുങ്ങൾ എന്താ, മക്കൾ മൂത്ത് വളർന്ന് വലുതായാലും സമ്പന്നരായ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്, അൻ വാലിദിൻ ഗനിയ്യിൻ വലഹു വലദുൻ മുഅ്സിർ. സമ്പന്നനായ ഒരു വാപ്പയാണ്, പ്രയാസപ്പെടുന്ന ഒരു മോനുണ്ട്. ഫഹൽ യൽസമു അൽ വാലിദുൽ ഗനിയ്യു അൻ യുൻഫിഖ അലാ ഇബ്നിഹിൽ മുഅ്സിർ. പ്രയാസപ്പെടുന്ന ആ മോനെ സാമ്പത്തികമായി സഹായിക്കൽ വാപ്പാക്ക് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അജാബ റഹ്മഹുല്ലാഹ്, ഷെയ്ഖുൽ ഇസ്ലാം മറുപടി പറയാണ്, എന്താ, നഅം അലൈഹി നഫഖത്തു വലദിഹി ബിൽ മഅറൂഫ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും, മോന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും, മോനെ ഐഫോൺ വാങ്ങിക്കൊടുക്കാൻ പൈസ കൊടുക്കണം എന്നല്ല, മോന്റെ കാർ ഇങ്ങനെ നിരന്തരം മാറ്റി കളിക്കാൻ പൈസ കൊടുക്കണം എന്നല്ല, പാപ്പാന്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് എഴുതിയിട്ട് അതുകൊണ്ട് എന്താ പറയാ, നമ്മളെ നാട്ടുംപുറത്ത് വാശി പറഞ്ഞ കുതിര കളിക്കാൻ പൈസ കൊടുക്കണം എന്നല്ല. മനസ്സിലായില്ലേ? അവന്റെ ദൂർത്തിന് പൈസ കൊടുക്കണം എന്നല്ല, ചികിത്സിക്കാൻ പൈസ അല്ല, വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അലോക്കിന്റെ 3500 സ്ക്വയർ ഫീറ്റിന്റെ 5000 സ്ക്വയർ ഫീറ്റിന്റെ വലിയ വീട്, ഓന്റെ ഗേറ്റിന് തന്നെ എന്താ ബാപ്പുണ്ടാക്കിയ പേരന്റെ ചെലവ്, എന്നിട്ട് അതിന് പൈസ കൊടുക്കണം എന്നല്ല. അങ്ങനെയൊന്നും ആരോടെ പറഞ്ഞിട്ടില്ല. എന്നാൽ അവന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ സഹായിക്കൽ ബാധ്യതയാണ് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ തരം രക്ഷിതാക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓരോട് നിങ്ങൾ പറയണം, തിരുത്തണം. മക്കളെ പോറ്റൽ അത് ഡിവോഴ്സിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ബാധ്യതയാണ്. വേറെ ചില ആൾക്കാരുണ്ട്, ഓർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രോഗം ഉണ്ടാവും. ഏതെല്ലാം ശാരീരിക സാഹചര്യം ഉണ്ടെങ്കിലും സുഹൃത്തുക്കളെ, ഇന്ന് ജോലി എന്നുള്ളത് അസാധ്യമായതൊന്നുമല്ല. ജോലി ക്രിയേറ്റ് ചെയ്യേണ്ടത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ജോലി ഇല്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ അല്ല, ജോലിയൊക്കെ ഇവിടെ എമ്പാടുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ മനസ്സിലൊരു സ്റ്റാറ്റസ് വിചാരിച്ചേക്കും, ആ സ്റ്റാറ്റസ് ഒന്ന് താഴെ ഇറങ്ങാനാണ് ബുദ്ധിമുട്ട്. എന്നാൽ ഗൾഫിൽ പോയി നാട്ടുപുറത്ത് സ്ഥിരം കാണുന്ന ആൾക്കാരുള്ളിടത്ത് പോയാൽ ഏത് ജോലി ഒരു ചെയ്യും. മനസ്സിലല്ലേ? ഇപ്പൊ ഈ സൊഫിലിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തോട് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സംരംഭത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീണ്ട കാലം ഞാൻ എനിക്കിവിടെ കാത്തിരുന്നിട്ടാണ് അവസാനം എന്ത് ചെയ്തത്, ഇത് ക്ലിക്കായത്. എന്താ പിന്നെ ഇപ്പൊ വ്യക്തികളെ മനസ്സിലായാലും വേണ്ടില്ല, എന്താ ഇവിടെ സെലീം ഇവിടെ ഉണ്ട്, വർക്ക്ഷോപ്പ് എടുത്തുന്ന ആളാണ് അദ്ദേഹം. ഒരു വണ്ടി ഇങ്ങോട്ട് വരാതെ ഞാൻ കുറേ കാലം കാത്തിരുന്നിട്ടുണ്ട്. ഇപ്പം ഇഷ്ടം പോലെ അദ്ദേഹത്തിന് വണ്ടിയും വാഹനവും സൗകര്യവും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ്, കുറച്ചൊന്ന് സബറാക്കി, കുറച്ചൊന്ന് അധ്വാനിച്ച്, കുറച്ചൊന്ന് പണിയെടുത്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ നോക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളെ മക്കളെ പോറ്റണം. മക്കൾ ഒരു കാര്യവും നോക്കാത്ത രക്ഷിതാക്കളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയണത്. ഇനി രണ്ടാമത് പറയുന്ന രക്ഷിതാക്കൾ ആരാറിയും? രണ്ടാമത് പറയുന്ന രക്ഷിതാക്കൾ ഭൗതിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും, മറ്റൊന്നും ശ്രദ്ധിക്കൂല. കുട്ടിൻ്റെ ഡ്രസ്സ്, അവൻ്റെ ബാഗ്, അതൊക്കെ മൂപ്പരാ. വീട്ടിലെ ഫിനാൻസ് മിനിസ്റ്റർ മൂപ്പരാണ്. ബാക്കി ഒന്നും മൂപ്പർക്ക് ഉത്തരവാദിത്തമല്ല. കുട്ടി നിസ്കരിക്കുന്നുണ്ടോ, കുട്ടി എത്ര നോമ്പ് നോറ്റു, ആ നോമ്പ് മാറ്റ ദിവസം അല്ലേ ആ കുട്ടീനെ ഒന്ന് ചേർത്ത് പിടിച്ച്, ആ ഒപ്പച്ചിൻ്റെ കുട്ടി നോമ്പ് നോറ്റില്ലേ, നല്ല കുട്ടി, അങ്ങനെ പറയാനും മൂപ്പർക്ക് നേരം ഉണ്ടാവില്ല. എന്തായിരിക്കും തടസ്സം? ഇതൊന്നും വേണ്ട എന്നുള്ള അഭിപ്രായം മൂപ്പർക്ക് ഉണ്ടാവില്ല. പലതാണ്, അത് ഓള് ചെയ്താലേ ശരിയാവുള്ളൂ, അങ്ങനെ എന്തിക്കുന്നവരുണ്ടാവും. വേറെ ചിലർ വിചാരിക്കും അതൊന്നും വാപ്പാന്റെ ഉത്തരവാദിത്തമല്ല. മൂപ്പര് രാഷ്ട്രീയത്തിലുണ്ടാകും, പൊതുപ്രവർത്തനത്തിലുണ്ടാകും, ബിസിനസ്സിലുണ്ടാകും, മതപ്രവർത്തനത്തിലുണ്ടാകും. എന്നിട്ട് ഇതിന് പായായിരിക്കും. അവിടെ മക്കൾക്ക് വേണ്ടി കരുതി വെക്കേണ്ട
നിമിഷങ്ങളും സമയങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഭക്ഷണവും വസ്ത്രവും വീടും സൗകര്യവും അനുബന്ധവും സ്കൂൾ ഫീസും സ്കൂൾ ബസ്സിന്റെ ഫീസും ഇതൊക്കെ വാപ്പാക്ക് പിന്നെ എത്രത്തോളം ഉത്തരവാദിത്തം ഉണ്ടോ അതേ ഉത്തരവാദിത്തം അദബ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഉമ്മാക്കുണ്ട്. അതിനെ ഞാൻ നിഷേധിക്കണില്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, തഅദീബിന്റെ കാര്യത്തിൽ വാപ്പാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുണ്ട്. അത് ഉമ്മ മാത്രം ചെയ്താൽ തീരണ ഒന്നല്ല. ഉമ്മയും കുട്ടികളും തമ്മിൽ സ്ഥിരം തല്ലായിരിക്കും, പേരിൽ അടിയായിരിക്കും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വീട് മാറേണ്ടത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളെ പഠിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹുവിന് പറയാണ്, അദ്ദിബ് ഇബ്നക്, നിന്റെ കുട്ടിക്ക് നീ അദബ് പഠിപ്പിക്കണം. ഫഇന്നക മസ്ഊലുൻ അൻഹു, നീ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നിന്റെ മോനെ നീ എന്തേ അദബ് പഠിപ്പിക്കാതിരുന്നു എന്ന് ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു, എന്തൊക്കെ അദബാണ് നീ പഠിപ്പിച്ചത്, എന്തൊക്കെ ഇൽമാണ് കൊടുത്തത് എന്ന് പരലോകത്തുനിന്ന് ചോദിക്കും. നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നു പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തൊക്കെ അദബാണ് നിന്നെ പഠിപ്പിച്ചത്, നീ അവനെ പഠിപ്പിച്ചത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നിങ്ങൾ വീടുകളൊക്കെ ഒന്ന് എടുത്തു നോക്ക്. ഒരു വീട്ടിലൊരു അതിഥി വന്നാൽ പോലും കുട്ടികളാരും വരൂല, ഓരോരോ ഇരിക്കുന്നിടത്തുണ്ടാവും കേട്ടോ, ഓരോരോ ഇരിക്കുന്നിടത്തുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പങ്കുവെക്കേണ്ടായി. ഒരാള് ഒരു പെരയിൽ ചെന്നപ്പോൾ ആ പെരയിൽ എത്രയോ കാലത്തിന് ശേഷമാണ് ഇവർ ചെല്ലണത്. അപ്പൊ അവിടെ ഏതോ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏതോ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി. അപ്പൊ ഇളയ കുട്ടിയോട് വന്നപ്പോൾ വാതിലിങ്ങനെ പൗതി തുറന്നെടുക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിനോട് പറയാം, അത് ഫുള്ളാണ്ട് അടച്ചളാണ്, അത് ഫുള്ളാണ്ട് അടച്ചളാന്ന്. ഇത് വാപ്പ കേൾക്കുന്നുണ്ട്, ഉമ്മ കേൾക്കുന്നുണ്ട്, ഒക്കെ കേൾക്കുന്നുണ്ട്. ഓൽക്കാർക്കും പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യണില്ല, ഓർക്കാർക്കും ഒന്നും ഫീൽ ചെയ്യണില്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പുതിയ തലമുറയിലെ രക്ഷിതാക്കളും ഇങ്ങനെയാണ്. പുതിയ തലമുറയിലെ രക്ഷിതാക്കളും ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരു 5 കൊല്ലം അല്ലെ ഒരു 10 കൊല്ലത്തിന്റെ ഒക്കെ ഉള്ളിലൊക്കെ ഉള്ള ആളുകളെ പൊതുവെ എടുത്ത് വിലയിരുത്തുമ്പോൾ എല്ലാരെ കുറിച്ചല്ല ഞാൻ പറയണത്, അവരും ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ ടാങ്കിലുള്ളതല്ലേ ടാപ്പിൽ ഉണ്ടാവുള്ളൂ, അതന്നെ വിഷയം. ബാപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തുനിന്നൊന്നും കിട്ടണില്ല. കുടുംബ സന്ദർശനങ്ങളിൽ കുട്ടികളെ കൂട്ടണില്ല. കുടുംബ സന്ദർശനത്തിന് പോകുമ്പോഴും അവരാരാണെന്ന് പറഞ്ഞു കൊടുക്കണില്ല. പറഞ്ഞു കൊടുക്കണം അല്ലേ? നമ്മളെ വീട്ടിൽ പണിക്ക് വരണേ, ഞങ്ങളെ വീട്ടിൽ പണ്ട് ചാത്തൻ പണിക്ക് വന്നിരുന്നു, ചാത്തന്. അപ്പം വാപ്പോ എനിക്ക് പറഞ്ഞിരുന്നു, ചാത്തൻ എനിക്ക് സ്ഥിരം മുട്ടായി കൊണ്ടുവന്നിരലുണ്ടായിരുന്നു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മുട്ടായി കൊണ്ടേ ചാത്തൻ വരുള്ളൂ. മനസ്സിലായില്ലേ? അത് കിട്ടേണ്ട ഒരു ഇൽമാണ്. ചാത്ത ഇങ്ങള് നയം വിളിച്ചേന്, അത് എനിക്ക് ആരും പറഞ്ഞതൊന്നുമല്ല. ചാത്ത ഇങ്ങള് നയം വിളിച്ചേന്. തന്നെക്കാളും പ്രായമുള്ള വല്യപ്പാന്റെ പ്രായമുള്ള ചാത്തനെ ചാത്ത അജ്ജെന്ന് വിളിക്കുക. അജ്ജെന്ന് വിളിച്ച കാലം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയണല്ലോ. പക്ഷെ തിരിച്ചറിവ് കിട്ടിയ ആദ്യത്തെ ദിവസം തിരുത്തി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളെ അങ്ങനെ തന്നെ വിളിക്കല്. എന്താ അവിടെ വാപ്പിയും ആ ആളും തമ്മിൽ, മോനും ആ ആളും തമ്മിൽ, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തി വലുതാക്കേണ്ട കാര്യമാണ്. പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തി വലുതാക്കേണ്ട കാര്യമാണ്. അദബുകൾ പഠിപ്പിക്കണം അല്ലേ? സംസാരിക്കാൻ പഠിപ്പിക്കണം. ചെന്നിട്ട് പരിചയപ്പെടാൻ പറയണം. എൻ്റെ പേര് പറഞ്ഞു കൊടുക്കുമെന്ന് പറയണം. തിരിച്ച് പേര് ചോദിക്കുമെന്ന് പറയണം. അങ്ങനെ അദബുകളും മര്യാദകളും ഒക്കെ പഠിപ്പിക്കണം. കാലുമ കാലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോ അവിടുന്ന് അല്ല തിരുത്തണ്ടേ. കഴിഞ്ഞു പോയതിൻ്റെ ശേഷം പാൻ്റെ കുട്ടി, ചില കുട്ടികളൊന്നും റൂമിൽ നിന്ന് പുറത്തൊക്കെ തന്നെ ഇറങ്ങൂല. ജല്ലോ സാറാ ഇവിടെ വന്നല്ലോ, കുഞ്ഞാമ്മ വന്നപ്പോൾ ഇവിടെ വന്നിരുന്നല്ലോ. പക്ഷെ നമ്മൾ മുതിർന്നവരെ മുന്നിലിരിക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉഷാറായിരിക്കണം. കാലുമ കയറ്റി ചെല്ലിയിരിക്കുക. അല്ലെങ്കിലും അത് നല്ലൊരു രീതിയല്ല അല്ലെ? അങ്ങനെ തിരുത്തണ്ടേ. അല്ലാതെ നേരം വെടിക്കല ചില ആൾക്കാർ, 2 വെടി 2 ഒച്ച, അതൊന്നും എവിടെയും സ്വാധീനിക്കൂല. എന്നും ഒരു വിമർശകന്റെ റോളിൽ വാപ്പാൻ ഇങ്ങനെ കാണും. ആ ഒരു രീതിയല്ല യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, വേറെ ഒരു തരം രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഇതിൽ ഒരു വാചകം കൂടി ഞാൻ പറയാം. നുമൈർ ബിൻ ഖൈസ് പറയാണ്, അൽ അദബു മിനൽ ആബാഇ വസ്സുലാഹു മിനല്ലാഹ്. അദബ് മുഴുവൻ കിട്ടുക മാതാപിതാക്കളിൽ നിന്നാണ്, നേർമാർഗം കിട്ടുക പഠിച്ചോൻ്റെ അടുത്ത് നിന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? അള്ളാഹുവിന്റെ റസൂൽ ശരിക്കും കേട്ടോളി, എന്താ അങ്ങനെ പറഞ്ഞത്? രണ്ടും പഠിച്ചോൻ്റെ അടുത്ത് തന്നെ കിട്ടണത്. പക്ഷെ ഒന്നിൽ നമുക്കൊരു റോളും ഇല്ല, ഹിദായത്തിലൊരു റോളും ഇല്ല. ഇപ്പൊ ഒരു സഹോദരൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി,
പിന്നീട് അദ്ദേഹത്തെ നേപ്പാളിൽ നിന്നാണ് കണ്ട്. അവിടുന്ന് അദ്ദേഹം ബുദ്ധമതം വിശ്വസിച്ച് അവിടുത്തെ ഒരു മഠത്തിൽ കഴിയാണ് കേട്ടോ. മാനസികമായിട്ട് ഇഷ്യൂസ് വന്നതാണ്. ഇപ്പൊ കുടുംബം അദ്ദേഹത്തെ കൊണ്ടുവന്നു, കുടുംബം അദ്ദേഹത്തെ പോയിട്ട് കൊണ്ടുവന്നു. കുടുംബം ഭയങ്കര വൈകാരികത പ്രകടിപ്പിച്ചു. നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പതുക്കെ തിരിച്ചു വന്നു, അൽഹംദുലില്ലാ. എന്നാൽ അയാൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അയാളെ തിരിച്ചുകൊണ്ടിരാൻ നമുക്കൊന്നും പറ്റൂല. അത് അള്ളാഹിന്റെ അടുത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുകയാണ്. അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന്റെ അടുത്ത് പോയി പറഞ്ഞ ചരിത്രം ഞാൻ നീട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാലോ. എടാ പങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഉഹാജു ബിക ഇൻദല്ലാഹ്. ആ വാക്കിലൊക്കെ നമുക്കും ഒക്കെ ഒരുപാട് പഠിക്കാണ്ട്. ഞാൻ അള്ളാഹിന്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വാദിച്ചു നോക്കട്ടെ എന്നാണ്, പ്രാർത്ഥിച്ചു നോക്കട്ടെ എന്നല്ല. കാരണം മരണം വരെ ഇത് മനസ്സിലാക്കാനുള്ള ഒരുപാട് അവസരം കിട്ടിയിട്ട് നിങ്ങൾ ഷഹാദത്ത് ചൊല്ലിയിട്ടില്ല. ഷഹാദത്ത് ചൊല്ലാതെ മരിച്ചുപോയ ആൾക്കാരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പ്രവാചകനായി എനിക്ക് പറ്റൂല. ഏതോ ഔലിയാപ്പാപ്പ സഹായിക്കും, ഏതോ ത്വരീഖത്തിന്റെ ശൈഖ് സഹായിക്കും എന്ന് വിചാരിച്ച് നടക്കുന്ന സാധുക്കളുണ്ട്, മഹാപാവങ്ങൾ, ദീന് പഠിക്കാത്തവര്. അവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു മസലയാണിത്, മനസ്സിലായില്ലേ? പക്ഷേ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലിയില്ല. ഇപ്പുറത്തുനിന്ന് വന്ന് അബൂലഹബും ഉത്ബത്തും ശൈബത്തും ഒക്കെ നിങ്ങൾ കാരണമല്ലേ അങ്ങനെ നമ്മളെ മാർഗം ഉപേക്ഷിച്ച് മരിക്കുകയാണോ? അത് നിങ്ങൾ ചെയ്യരുത്, അത് നമ്മളെ കുടുംബത്തിന് മോശമാണെന്നൊക്കെ പറഞ്ഞ് അവർ കുടുംബത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കുടുംബവും തറവാടും ഒക്കെ വല്ലാതെ മനസ്സിലുണ്ടായിരുന്ന അബൂ ത്വാലിബ് എന്ത് ചെയ്തു? പിന്നെ വല്യാപ്പാന്റെ വഴി തന്നെ മരിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ മരിച്ചുപോയി, ഷഹാദത്ത് ചൊല്ലിയില്ല. അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞു. അതാണ് അസ്സുലാഹു മിനല്ലാഹ്. നേർമാർഗം പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതാ. പക്ഷേ വൽ അദബു മിനൽ ആബാഇ, അദബുകൾ മുഴുവൻ വാപ്പിയും ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കണ്ട. പടച്ചോനത് കൊടുക്കും, പക്ഷേ അതിൽ വാപ്പിയും റോൾ എടുക്കണം. ഇപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോ വാപ്പ സലാം പറയണം, അപ്പോഴേ മക്കൾ സലാം പറയുള്ളൂ. വീട്ടിലേക്ക് കയറി വരുമ്പോ ഓരോ മക്കളെയും വാപ്പ പേരെടുത്ത് വിളിക്കണം, അപ്പോഴേ വാപ്പാന്റെ അടുത്തേക്ക് വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോഴേ വാപ്പാന്റെ അടുത്തേക്ക് വരുള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വാപ്പ ചൊല്ലി പറഞ്ഞു കൊടുക്കണം. വണ്ടി കയറുമ്പോ ദിക്ർ ചൊല്ലണ്ടേന്ന് വാപ്പ ചോദിക്കണം, ഉമ്മ ചോദിക്കണം. ബിസ്മി ചൊല്ലുമ്പോ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ വേണം. കുട്ടി ഉറങ്ങിയോ എന്ന് നോക്കണം, അല്ലേ? ഉറങ്ങണം എന്ന് പറഞ്ഞാൽ പോരാ, വിരിപ്പ് ചിലപ്പോൾ വിരിച്ചു കൊടുക്കേണ്ട മക്കളുണ്ടാവും, ഓൽക്ക് വിരിച്ചു കൊടുക്കണം. എന്താ വിരിപ്പ് ഇങ്ങനെ ചുരുണ്ടി കിടക്കുന്നുണ്ടാവും, എന്നിട്ട് അതിന്റെ മേലെ കിടക്കുന്നുണ്ടാവും. കട്ടിലിങ്ങനെ കയറുമ്പോൾ വിലങ്ങനെ കിടക്കുന്നുണ്ടാവും. അവിടെ ഉറക്കത്തിന്റെ ആദാബുകളൊന്നുമില്ല. കുഞ്ഞോ മെച്ചിന്റെ കുട്ടി ഒന്നെടുത്തോ, ഒന്നെടുക്കുന്നല്ല, മെച്ചിന്റെ കുട്ടി ഒന്നെടുത്തോ, വാ പോയിട്ട് ഒന്നെടുക്കാം കേട്ടോ. പോയി ഒന്നെടുപ്പിച്ചു. പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ ദിക്റൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോലെ കൈ കുതി കൊടുത്തിട്ട് നമ്മളെ ദിക്ർ ചൊല്ലി കൊടുത്തിട്ട് അവരെ കൈ കൊണ്ട് തന്നെ തടവിപ്പിച്ചിട്ട് അതിങ്ങനെ പ്രായം കൂടി വരുമ്പോൾ അവരെന്നെ അത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഏത് ബാംഗ്ലൂർക്കും ഏത് മൈസൂർക്കും ഏത് UK-ക്കും വിടാം. ഓൻ എന്ത് തരം വ്യഭിചാരശാലയുടെ തൊട്ടടുത്താണ് അവന്റെ റൂമെങ്കിലും 1000 ആളുകൾ അവനെ ആവർത്തിച്ച് വിളിച്ചാൽ ഒന്നും സംഭവിക്കില്ല. നമ്മളെക്കാൾ ഉഷാറായിക്കാം. എത്ര മക്കളുണ്ട് അങ്ങനെ, എത്ര മക്കളുണ്ട്. അപ്പൊ അതുകൊണ്ട് അദബ് എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. നമുക്ക് ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല നമ്മളെ ഉത്തരവാദിത്തം. അദബുകൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആദ്യം നമ്മൾ അദബ് പഠിക്കുന്നിടത്തേക്ക് എത്തണം. ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറയാണ്, കാനു യഖൂലൂന അക്രിം വലദക് വഹ്സിൻ അദബഹു. അതാണ് ഞാൻ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ കാര്യം. അക്രിം വലദക്, കുട്ടിയെ നീ മാനിക്കണം, അവനെ നീ ബഹുമാനിക്കണം. അവനെ എന്താ കുട്ടിനെ ബഹുമാനിക്കണം? അവനെ കാണുമ്പോൾ എടുത്ത തുണിന്റെ തല അയച്ചിട്ട് അതൊന്നുമല്ല. മക്കളോട് നമുക്ക് സ്നേഹപൂർവ്വം സംസാരിക്കാൻ പറ്റണം. മക്കളും മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, +1 ഒക്കെ എത്തി, +2 ഒക്കെ എത്തി കേട്ടോ. നിങ്ങളെ പറ്റിയാണ് ഈ പറയണമെന്ന് വിചാരിച്ചേക്കണ്ട. അഞ്ഞോട് വാപ്പ അങ്ങനെ പറയല് ഇങ്ങനെ പറയല്. നമ്മൾ ഇത്രയും ആയിട്ടും നമ്മൾ നേരായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്കുള്ള ചില വൈകാരികതകളൊക്കെ ഉണ്ടാവും, അവരുടെ ചില രോഷപ്രകടനങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മളോടുള്ള ഹൈർ എന്ന് വിചാരിച്ചാൽ മതി. കുട്ടിയായപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല വാപ്പയും കൊണ്ടിടുന്നത്. കുട്ടിയായപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്തെന്നു എന്ന് ഒരിക്കലും നമുക്ക് നിരീക്ഷിക്കാൻ പോലും കഴിയാത്തത്ര ഭംഗിയായിട്ട് അവർ നമ്മളെ കൊണ്ടിടുന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു തരം രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഒരു ഭൗതിക കാര്യവും നോക്കും, പിന്നെ ദീനീ കാര്യമൊക്കെ നോക്കും. അങ്ങനത്തെ കുറച്ച് രക്ഷിതാക്കൾ നമ്മളെ സദസ്സിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ചിന്തയിൽ നിന്നാണ് ചില കാര്യങ്ങളൊക്കെ എടുക്കുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നേരിട്ട് കൊള്ളും ചില ആൾക്കാർക്ക്.
അവരെന്നോട് ക്ഷമിക്കുക, മനസ്സിലാകാൻ വേണ്ടി തന്നെ പറയുന്നത്. ഒന്ന്, ഇപ്പം കുട്ടി ഔറത്ത് മറച്ചാൽ പോരെ, കുട്ടി ഔറത്ത് മറച്ചാൽ പോരെ, പിന്നെന്താ പ്രശ്നം? പാൻറ്റും കുപ്പായിട്ടാലും ഔറത്ത് മറിയുന്നുണ്ടല്ലോ, പിന്നെന്താന്ന്? അവിടെ ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. പിന്നെ പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കരുത്, സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കരുത്. ആ നിർദ്ദേശം കൂടി ഉണ്ട്. ആ നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഡ്രസ്സ് എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ആ നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഡ്രസ്സ് എടുക്കേണ്ടത്. അപ്പോൾ ദീനവും ശ്രദ്ധിക്കുന്നുണ്ടാകും, ദുനിയാവും ശ്രദ്ധിക്കുന്നുണ്ടാകും, നല്ല ഹോംവർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രശ്നം ഉണ്ടാകും. പിന്നെ പ്രായമായ മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഈ ഒരു ഡയലോഗുമ്മേ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ലൂസാക്കപ്പെടും. കുട്ടികളാകുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാകും. എന്നിട്ട് വാപ്പി ഇമ്മയൊന്നും കുട്ടീനെ മൊബൈൽ കൊടുക്കണ്ട തീരുമാനിക്കുക. നമ്മളിവിടെ പിന്നെ ശനിയാഴ്ച സംഘടിപ്പിച്ച ക്ലാസ്സിൽ 14 വയസ്സാകുന്നത് വരെ കുട്ടിക്ക് മൊബൈൽ തൊടാൻ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവിടെ. അത് അതിന് പിന്നെ തലച്ചോറിൻ്റെ ചിത്രമൊക്കെ കാണിച്ച് ഇവിടെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അതിവിടെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അറിയാം എന്താണെന്നുള്ളത്, അല്ലേ? അങ്ങനെയാണ് കുട്ടീനെ വളർത്തേണ്ടത്. അത് ഒറ്റയടിക്ക് ഈ ഒരു സംഭവം കേട്ടിട്ട് പിൻവലിച്ച ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ നമുക്കൊരു കുഞ്ഞുപ്പുണ്ട്, 5 മാസമായൊരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ 10 മാസമായൊരു കുഞ്ഞുണ്ട്. നമ്മളെ ഭാര്യ 5 മാസം അല്ലെങ്കിൽ 10 മാസം അല്ലെങ്കിൽ ഒരു വയസ്സേ കുട്ടിക്കുള്ളൂ എന്ന് ഇപ്പൊ പള്ളിയിലൊക്കെ പിന്നെ വരുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാവും. ആ പ്രായത്തിൽ ഉള്ള കുട്ടിനെയും കൊണ്ടാ വരണ്ടേ, മനസ്സിലായില്ലേ? അപ്പം മുതൽ എന്ത് ചെയ്യണം? പള്ളിയുടെ മണം കിട്ടി കുട്ടിക്ക് തുടങ്ങണം. മസ്അല കുട്ടിക്ക് പിന്നെ കുട്ടിയുടെ അമ്മക്ക് പഠിയണം, മനസ്സിലായില്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ പ്രായമായ മാതാപിതാക്കൾ എന്ത് ചെയ്യും? മൊബൈൽ കൊടുക്കും. ഈ മരുമക്കൾക്ക് എതിർക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അവരിങ്ങനെ സങ്കടപ്പെടും. എത്രയോ വീടുകളിൽ ഇങ്ങനെ ഉണ്ട്. പിന്നെ എന്താണ്, കുട്ടിക്ക് മൊബൈൽ കൊടുക്കണതിന് പ്രശ്നമല്ല, സ്പെസിഫിക് ആയ സാധനം കണ്ടുകൊണ്ട് എത്ര നേരം വേണ്ടി ഇരുന്നോട്ടെ. ഭക്ഷണം കഴിക്കുന്നിടത്ത് മൊബൈൽ കൊടുക്കും. നല്ലത് എല്ലാവരും നല്ലൊരു കത്തിയോ ബോംബൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. പരമാവധി ഓൻ്റെ ചുറ്റുമുള്ള 4 ആൾക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. തമാശ പറഞ്ഞൊന്നുമല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് ഇൻഷാ അല്ലാഹ് ആ വിഷയം തന്നെ നമ്മളൊരു വിഷയമായിട്ട് അടുത്ത സമയങ്ങളിൽ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചയിൽ നമ്മൾ എടുക്കും. ഒരു ഫ്ലോയിൽ കുറച്ച് വിഷയങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഉപ്പയും ഉമ്മയും 2 തട്ടിലാകുക കുട്ടിനെ വളർത്തണത്. ഉപ്പാക്കൊരു അഭിപ്രായം, ഉമ്മാക്ക് വേറൊരു അഭിപ്രായം. ഇങ്ങനത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ടാകും. കുട്ടി എന്താകണം, എങ്ങനെയാകണം എന്നുള്ള കാര്യം തൊട്ട് അവൻ്റെ അദബും അച്ചടക്കവും വരെയുള്ള കാര്യങ്ങളിൽ വാപ്പയും ഉമ്മയും 2 തട്ടിലായി മാറുന്ന പിന്നെ സാഹചര്യങ്ങൾ ഉണ്ടാകുക. ഇതും യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് സ്വാലിഹായ മക്കളെ കിട്ടണം, പിന്നെ പ്രാർത്ഥിക്കുന്ന മക്കളെ നമുക്ക് കിട്ടണം. അതുകൊണ്ട് ശരിയായ പാരൻറ്റിങ് നമ്മൾ പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിലൊക്കെ മൊത്തം പറഞ്ഞതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഇതാണ്: നമ്മൾ മാതൃകയാകണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നോമ്പൊക്കെ കഴിഞ്ഞതാണ്. നോമ്പിൻ്റെ അനുബന്ധങ്ങളായി നമ്മൾ ചെയ്തു വന്നിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. കോടിക്കണക്കിന് അലാം ക്ലോക്കുകൾ, ഞാൻ അവസാന ഖുത്ബി പറഞ്ഞ പോലെ കോടിക്കണക്കിന് അലാം ക്ലോക്കുകൾ ഓഫായി. ശരിക്കും അതിൻ്റെയൊക്കെ ഒന്ന് ടൈമൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് ജുമാ കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ടതാണ്, മനസ്സിലല്ലേ? 5:13 ഇപ്പോൾ, 5:11, 5:11 സുബഹി. ഒരു 4:50 വെച്ചാലും, കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ ഒരു 4:50 വെച്ചാലും നമുക്ക് എണീറ്റ് ഒരു 3 റക്അത്ത് മിനിമം നിസ്കരിക്കാനുള്ള സമയമുണ്ട്. നിസ്കരിച്ച് നേരെ പിന്നെ ബാങ്ക് വിളിച്ച ഉടനെ 2 റക്അത്ത് പിന്നെ സുബഹിൻ്റെ നിസ്കാരം നിസ്കരിച്ച് നേരെ പള്ളിക്ക് പോന്നാൽ കുട്ടികളെ നമ്മൾ തഹജ്ജുദിനൊന്നും നിർബന്ധിച്ച് എണീപ്പിക്കേണ്ട ആവശ്യമൊന്നും വേണ്ട. നമുക്കിങ്ങനെ പറയാം. കുറച്ചുകൂടി പ്രായം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയ മക്കളോടൊക്കെ, ഞാനും ഉമ്മയൊക്കെ 4:50 എണീക്കലുണ്ട്, നീ എണീറ്റോ ഷാറാവും. പിന്നെ എന്നെ വിളിച്ചോക്കട്ടെ, ഉണരെയാണെങ്കിൽ നിസ്കരിച്ചൂടെ? അങ്ങനെ പതുക്കെ ചോദിച്ച് നമ്മൾ അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ആ കുഞ്ഞു കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് ആ നേരത്ത് പടച്ചവനോട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കണേ, ശരിക്കൊന്ന് ചിന്തിച്ചോക്കണേ. ആ കയ്യിലേക്ക് ഒരിക്കലും ലഹരിയുടെ പാക്കറ്റ് വരില്ല സുഹൃത്തുക്കളെ. നിങ്ങളെന്താ പറയണേ? ആ അള്ളാന്ന് വിളിച്ച ചുണ്ടിലേക്ക് ഒരിക്കലും വേണ്ടാത്തൊന്നും എത്തൂല. ആ ചുണ്ടുകൊണ്ട് ഉമ്മച്ചിനെ ഒരിക്കലും ആക്ഷേപം പറയില്ല. ആ കൈ കൊണ്ട് വാപ്പാന്റെ കോളറിന് പിടിക്കൂല. ആ മുട്ടും കാലുകൊണ്ട് ഉമ്മാന്റെ ഗർഭം ചുമന്ന വയറ്റിലേക്ക് ചവിട്ടൂല, ഉറപ്പാ. അപ്പം അതിന് നമ്മൾ മാതൃകയാണ്.
നമ്മുടെ സൊഫിലേക്കൊക്കെ ഓരോ റമദാൻ കഴിയുമ്പോൾ പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ കയറുണ്ട്. അൽഹംദുലില്ലാ, ഞാനതാ നോക്കല്. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇപ്പം എല്ലാ ഭക്തനും, ഏകദേശം എല്ലാ ഭക്തനും, ഞാനിവിടെ ഉണ്ടാണ്, എല്ലാ ഭക്തനൊക്കെ ഇങ്ങനെ 1-2 സുഹൃത്തുക്കൾ കാണുന്നുണ്ട്. ഓൽക്കൂടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളത് പ്രത്യേകമായിട്ട് എടുക്കണം. തിരുത്തേണ്ട, എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ള തിരുത്തേണ്ട സുഹൃത്തുക്കളുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ എന്നും ഓർക്കണേ. ഓലത് തിരുത്താത്തതിൽ വലിയ സങ്കടമുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കാര്യം തിരുത്തണം. മനസ്സിലായില്ലേ? നമ്മൾ തിരുത്തണം. ഇല്ലെങ്കിൽ നമുക്ക് ഇല്ല, പരലോകമല്ല. ആദ്യം പരിശോധിക്കുന്ന നിസ്കാരമാണ്. അത് സഹോദരിമാരും ശ്രദ്ധിക്കണം. നേരൊക്കെ തെറ്റി നിസ്കരിക്കുന്ന അവസ്ഥ ഒഴിവാകണം നമ്മുടെ പേരിൽ. അത് നേരായാൽ തന്നെ നമ്മൾ ഒരുപാട് നേരാകും. അതോടൊപ്പം ഖുർആൻ പഠനത്തിൻ്റെ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ക്ലാസ് തുടങ്ങി. 40 ചില്ലാനും കുട്ടികളുണ്ടായിരുന്നു, ബോയ്സും ഗേൾസും കൂടി. അപ്പോൾ അവരോട് നമ്മൾ ആ ക്ലാസ് തുടരുന്ന കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു. അവരൊക്കെ പറഞ്ഞു. ചില കുട്ടികളൊക്കെ ക്ഷണിച്ചിരുന്നു, അവർക്ക് പല കാരണങ്ങളാൽ എത്താൻ പറ്റിയില്ല. പിന്നെ അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച ക്ലാസ് നമ്മൾ ആലോചിച്ചിരുന്നു. പക്ഷേ പിന്നീട് കുടുംബത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചപ്പോൾ പലരും ഉമ്മാൻ്റെ പേരിലാണ്, പലരും നാട്ടിലില്ല. അങ്ങനത്തെ വളരെ ജെന്യൂൻ കാരണങ്ങൾ ഒരു 2 കുട്ടികളുടെ കാര്യത്തിലല്ലാത്തതിലൊക്കെ നമുക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ ശനിയാഴ്ച നമ്മൾ പറഞ്ഞിരുന്ന ക്ലാസ് ശനിയാഴ്ചകളിലാണ് ഇപ്പോൾ തൽക്കാലം ക്ലാസ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ ഒരു 6 മുതൽ 7 വരെ എന്നാണ് നമ്മൾ ധാരണയാക്കിയിട്ടുള്ളത്. 6 മുതൽ 7 വരെ 1 മണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെയുള്ള സമയമാണ് ക്ലാസ് ഉണ്ടാകുക. നമ്മളൊരു 7ാം ക്ലാസ് മുതൽക്കുള്ള കുട്ടികളെ മാത്രമേ അതിലേക്ക് വിളിക്കണുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, മദ്രസയുടെ അഡ്മിഷൻ്റെ സമയമാണ്. നമുക്ക് മദ്രസക്ക് ചെറിയ പരിമിതികളൊക്കെ ഉണ്ട്, ഇരിക്കാനും സംവിധാനങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ട്, സെറ്റപ്പിനൊക്കെ ഭയങ്കര പരിമിതി ഉണ്ട്. പക്ഷേ നല്ല രീതിയിൽ വൃത്തിക്ക് നമ്മളെ മദ്രസ പോകുന്നുണ്ട്. അവിടെ നിങ്ങളത് കുട്ടികളെ നിങ്ങൾ ധൈര്യമായി ഇവിടെ വെട്ടിച്ചേർത്തോളി. ഞാൻ വെട്ടിച്ചേർത്തോളി എന്നാ പറയാം. വേറെ പല മദ്രസകളിലാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് നമ്മളുടെ മദ്രസയെക്കുറിച്ചും അതിൻ്റെ സിലബസിനെ കുറിച്ചും നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നാട്, കുടുംബം, പിന്നെ അങ്ങനെ കുറേ ഭയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും കേട്ടോ. ഭയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ആദ്യം നമ്മൾ ഭയക്കേണ്ടത് നമ്മളെ പടച്ചോനെയും മറ്റൊക്കെയാണ്. അങ്ങനെ ഭയന്ന് തീരുമാനം എടുക്കുന്ന ആളുകളെ അള്ളാഹു കൈവിടൂല. അതുകൊണ്ട് ശരിയായ തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ എടുക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, അവൻ്റെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. 6 നോമ്പ് സുന്നത്തായ കാര്യമാണ്. തുടർച്ചയായി നോക്കലാണ് അഫ്ളൽ. ശവ്വാൽ തീർന്നതിൻ്റെ മുമ്പ് നോറ്റാലും മതി. 1 കൊല്ലം മുഴുവൻ നോറ്റ കൂലിയാണ്. കുടുംബം ഒന്നിച്ചു നോക്കുക. സ്ത്രീകൾക്കൊക്കെ പെൻഡിങ് ഉള്ള നോമ്പുണ്ടാകും, അത് കൂട്ടത്തിലുണ്ട്, നോറ്റു പോവുക. 2 2ആയി തന്നെ നോറ്റാലാണ് പുണ്യം കിട്ടുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അല്ലാതെ നിലക്ക് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു